സത്യത്തിൽ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ, ചേച്ചിക്കും അമ്മയില്ല എന്നോർത്താണ് ഞാൻ സമാധാനിക്കാറ്. അച്ഛനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഇപ്പോൾ എനിക്കൊരു അച്ഛനുണ്ട്. മയൂർ സാറുമായി എന്തോ ഒരു ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ സാർ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ തമ്പുരു പുലമ്പിക്കൊണ്ടിരുന്നു. അറിയണം എനിക്ക്, എന്തിനാണ് ഉപേക്ഷിച്ചു പോയിട്ട് പിന്നെയും തിരിച്ചു വന്നത് എന്ന്. അവൾ മയൂരിൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടന്നു. മയൂരിൻ്റെ ഫ്ലാറ്റിൽ ഡൈനിങ് ടേബിളിൻ്റെ ഇരുവശത്തായി ഇരിക്കുകയാണ് തമ്പുരുവും മയൂരും. നിന്റെ അമ്മ പറഞ്ഞു കാണും അല്ലേ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ അമ്മയെയും നിന്നെയും ഉപേക്ഷിച്ചു പോയ ക്രൂരനായ അച്ഛനെ പറ്റി അല്ലേ മോളെ? മയൂർ ദുഃഖത്തോടെ പറഞ്ഞു. മറച്ചു പിടിച്ചൊക്കെ സത്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ, ഇനി എന്താണ് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? തമ്പുരു മറുപടിയായി പറഞ്ഞു. ഇതിനൊക്കെ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. നീ മാത്രം മോളെ. നിന്നെ ഒരാളെ ഓർത്താണ് ഞാൻ വന്നത്. മയൂരിൻ്റെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി. ബാംഗ്ലൂരിൽ അഖിലിൻ്റെ ഫ്ലാറ്റിൽ. എൻ്റെ പൊന്നു മയൂരേ, പഴയ കാമുകി തേച്ചെന്ന് കരുതി നീ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കാതെടാ. ബോധത്തോടു കൂടി അല്ലെങ്കിലും നീ താലി കെട്ടിയ ഒരു പെണ്ണ് നിനക്കില്ലേ, നീ അവളുടെ അടുത്തേക്ക് പോടാ. അതൊരു പാവം കുട്ടിയല്ലടാ, അഖില് അവനെ ഉപദേശിച്ചു. നിനക്കെന്താണ് അഖി, പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഒരു പ്രണയം പൊളിയുമ്പോഴേക്കും അടുത്ത പ്രണയത്തെ തേടി പോകാൻ നിനക്ക് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും രേണുക മാത്രമേ ഉള്ളൂ. എൻ്റെ രേണു, +2 മുതലുള്ള എൻ്റെ പ്രണയം, മയൂർ ഉറപ്പിച്ചു പറഞ്ഞു. നിന്റെ ഒരു പ്രണയം പോലും നാണമുണ്ടോടാ നിനക്കൊക്കെ? ഇപ്പോഴും അവളെ പ്രണയിച്ച് നടക്കാൻ. അവൾക്ക് ആക്സിഡൻറ്റ് പറ്റിയത് കണ്ടപ്പോഴല്ലേടാ നിന്റെ മനസ്സിൻ്റെ താളം തെറ്റിയത്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? ഒരിക്കൽ ഭ്രാന്ത് വന്ന ഒരുത്തനെ അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. അവളുടെ വീട്ടിൽ നിന്നും നിറകണ്ണുകളോടെ അല്ലേ നീ ഇറങ്ങിപ്പോയത്? എന്നിട്ടും അവന് മതിയായിട്ടില്ല. ഇപ്പോഴും രേണുകയെ സ്മരിച്ചു നടക്കുന്നു, അഖിൽ പരിഹാസത്തോടെ പറഞ്ഞു. എന്താടാ നിനക്ക്? ഇതിനൊന്നും മറുപടിയില്ലേ? നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോടാ? അഖിലിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഇരിക്കുന്ന മയൂരിനോടായി അവൻ പറഞ്ഞു. ഇതൊന്നും രേണു അല്ല പറഞ്ഞത്, അവളുടെ അച്ഛനാണ്. അവളെ കാണാനും പറ്റിയില്ല, മയൂർ സങ്കടത്തോടെ പറഞ്ഞു. എടാ മണ്ടാ, അവൾ മറ്റൊരു പണച്ചാക്കിനെ കെട്ടിപ്പോയതുകൊണ്ടല്ലേ അവളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. പിന്നെയും അവളെ ഓർത്തിരിക്കുക പെൺകോന്തൻ. നീ ഇനി ആ രേണുകയെ ഓർക്കുന്ന സമയമൊക്കെ പൊന്നു മോനെ നിനക്ക് നഷ്ടമാണ്. ആ നേരം നീ അറിയാതെ ചെയ്ത തെറ്റാണെങ്കിലും ആ പാവം ജാനിയെ പറ്റി നിനക്കൊന്ന് ഓർത്തുകൂടെ? അഖിൽ ഉപദേശിച്ചു. നിനക്കെന്താ അഖി, നീ ഇപ്പോൾ അവളുടെ വക്കീലാണോ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അവളെ സ്വീകരിക്കില്ല. എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് ജാനിയെ. ആ ബന്ധം മുറിച്ചു കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ നടന്നാലും അവളെ ഞാൻ സ്വീകരിക്കില്ല. ആ ബന്ധം മുറിഞ്ഞുപോയി, മയൂർ ഉറപ്പിച്ചു പറഞ്ഞു. ഇല്ല മയൂരേ, നിനക്ക് ജാനിയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുറിച്ചു കളയാൻ കഴിയില്ല. കാരണം അതിന് തെളിവായിട്ട് നിന്റെ ചോര അവളുടെ വയറ്റിൽ വളരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അഖിലിൻ്റെ വാക്കുകൾ ചെവിയിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് മയൂർ കേട്ടത്. നിന്നിടത്തെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. നീ എന്താ അഖി പറഞ്ഞത്? എൻ്റെ ചോര വളരുന്നു എന്നോ? വാട്ട് യു മീൻ? ഈസ് ഷീ പ്രഗ്നന്റ്? നോ! മയൂർ അലറി വിളിച്ചു. നീ വലിയ അലർച്ചയൊന്നും അലറണ്ട. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലടാ നീയും ജാനിയുമായി എത്ര വലിയ റിലേഷനാണ് ഉണ്ടായിരുന്നത് എന്ന്. നീ എത്ര അവഗണിച്ചാലും അവൾ നിന്റെ ഭാര്യയാണ്, നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവളാണ്, അഖിൽ തറപ്പിച്ചു പറഞ്ഞു. അഖിലിൻ്റെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൻ കുഴങ്ങി. അവൻ അപ്പോൾ തന്നെ ഓർമ്മകളിൽ നിന്നും മടങ്ങിയെത്തിക്കൊണ്ട് തമ്പുരുവിനോടായി പറഞ്ഞു. ഞാൻ മടങ്ങി വന്നത് എൻ്റെ ചോര ജാനിയിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞ നിമിഷം തന്നെയാണ് ഞാൻ അവളെ തേടിയെത്തിയത്. അത് ജാനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിറക്കാനിരിക്കുന്ന സ്വന്തം കുഞ്ഞ് അച്ഛനില്ലാതെ വളരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. സത്യത്തിൽ നീ ജനിച്ചതിന് ശേഷമാണ് മോളെ ഞാൻ ജാനിയെ ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നെഞ്ച് തൊട്ട് ഞാൻ പറയും, ഞാൻ ജാനിയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്നു എന്ന്. ആ സ്നേഹം അങ്ങനെ വെറുതെ ഒന്നും ഉണ്ടായതൊന്നുമല്ല. ജീവിതത്തോട് പൊരുതിയ ഒരു പെണ്ണിനോടുള്ള സ്നേഹമാകാം.
എൻ്റെ കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച അമ്മയോടുള്ള അനുകമ്പയാകാം. എൻ്റെ കുഞ്ഞിനെ അച്ഛനും അമ്മയും വേണ്ട എന്ന് തീരുമാനിച്ച് സ്വന്തം കുഞ്ഞിനെ അനുജത്തിയാക്കി മാറ്റിയ പെണ്ണിനോടുള്ള ആരാധനയാകാം. അവളോട് എനിക്കിപ്പോഴുള്ള വികാരത്തെ നിർവചിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. അമ്മയോടല്ലേ സമൂഹം അച്ഛനെ അന്വേഷിക്കൂ. ഒരിക്കലും ചേച്ചിയോട് അച്ഛനെ അന്വേഷിക്കില്ലല്ലോ. വാശിയായിരുന്നു മോളെ നിൻ്റെ അമ്മയ്ക്ക്. എന്നോടും മാണിക്യശ്ശേരിയിലെ ഓരോരുത്തരോടും അവൾക്ക് വാശിയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ താങ്ങാൻ പറ്റുന്നതിലും അധികം മാനസികവും ശാരീരികവുമായ വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ അവൾ പക്വതയുള്ള ഒരു സ്ത്രീയായി മാറിയത്. ഒരു പെണ്ണിനോടും ആരും ചെയ്യാത്ത ക്രൂരതകളാണ് സ്വബോധമില്ലാതെ ഞാൻ ജാനിയോട് ചെയ്തത്. എന്നാൽ സ്വബോധത്തോടെയോ അവളോട് ചെയ്ത അതിലും വലിയ ക്രൂരതയായിപ്പോയി. അതുകൊണ്ടൊക്കെ തന്നെയാണ് മോളെ, കയ്യെത്തും ദൂരത്ത് സ്വന്തം മകൾ വളർന്നിട്ടും നിന്റെ കൺമുന്നിൽ ഞാൻ ഇത്രയും നാൾ വരാതിരുന്നത്. സത്യങ്ങളൊന്നും ഞാനായിട്ട് പറയണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. ജാനി ഈ ജന്മം എന്നോട് പൊറുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മോളും മോളുടെ അമ്മയും എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും, മയൂർ നിറ കണ്ണുകളോടെ പറഞ്ഞു. മയൂരിൻ്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ തമ്പുരു എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. മോളെ, അവൻ ആർദ്രമായി വിളിച്ചു. അവൻ്റെ വിളി കേട്ട് നിശ്ചലയായി തിരിഞ്ഞു നോക്കാതെ അവൾ നിന്നു. ഒരു വട്ടമെങ്കിലും എന്നെ അച്ഛ എന്നൊന്ന് വിളിക്കൂ, അവൻ സങ്കടത്തോടെ പറഞ്ഞു. ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ജാനി തമ്പുരുവിനെ അനിയത്തിയാക്കിയത് എന്ന്. സ്വന്തം മകളാണെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛനെ അന്വേഷിക്കും. ചേച്ചിയോട് ഒരിക്കലും അച്ഛനെ അന്വേഷിക്കില്ലല്ലോ. എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണേ. കഥ കേട്ടതിന് ശേഷം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.